ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കസ്തൂരി എന്ന് പറയുന്ന സുഗന്ധദ്രവ്യത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. കസ്തൂരിമാന്റെ ദേഹത്തുള്ള ചില ഗ്രന്ഥികളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു പ്രത്യേകതരം സ്രവമാണ് ഈ കസ്തൂരി എന്ന് പറയുന്നത്. അതിന്റെ സുഗന്ധം കുറേയധികം ദൂരം പരന്നു നിൽക്കാറുണ്ട് എന്ന് പറയപ്പെടുന്നു. ഈ കസ്തൂരിമാനും ഇതിന്റെ സുഗന്ധം ലഭിക്കാറുണ്ട്. ഇത് തൻ്റെ ശരീരത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് എന്ന് അറിയാതെ എവിടെ നിന്നാണ് ഈ സുഗന്ധം വരുന്നത് എന്നന്വേഷിച്ച് പലപ്പോഴും ഈ കസ്തൂരിമാൻ കിലോമീറ്ററുകളോളം സഞ്ചരിക്കാറുണ്ട് എന്ന് പറയപ്പെടുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവർ, ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ ദൈവരാജ്യം കണ്ടെത്തേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആദ്യം ഈശോ പറയുന്നു, ഇതാ ഇതിവിടെയാണ് അവിടെയാണെന്ന് പറഞ്ഞ പലരും വരും, പക്ഷേ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലാണ്. ക്രിസ്തുവിനെ സംസാരിച്ചത് അവന്റെ മരണത്തിനും ഉത്ഥാനത്തിനും മുൻപാണ്. ക്രിസ്തു മനുഷ്യരോടുകൂടെ ജീവിച്ചിരുന്ന സമയത്ത് ക്രിസ്തു ഇന്ന് പറയുക, അവൻ ദൈവരാജ്യം നമ്മുടെ ഉള്ളിലാണ് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. കാരണം ക്രിസ്തു ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളൊരു ബോധ്യം. വീണ്ടും ഈശോ പറയുന്നുണ്ട്, ഇത് അവിടെയാണ് ഇവിടെയാണെന്ന് പറഞ്ഞ പലരും വരും മനുഷ്യപുത്രന്റെ വരവിനെ കുറിച്ച്, നിങ്ങൾ അവരുടെ പിറകെ പായരുത് എന്ന്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട് എന്ന ബോധ്യം നമുക്ക് ലഭിക്കാത്തിടത്തോളം കാലം അവിടെയും ഇവിടെയും ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടുവെന്നും മറ്റും പറഞ്ഞ പലരും വരുമ്പോൾ അവർക്ക് പിറകെ പായാനുള്ള സ്വര നമ്മുടെയൊക്കെ ഇടയിൽ കൂടി വരുന്നു എന്നത് ഒരിക്കലും ഒരു നല്ല സൂചനയല്ല എന്ന് തിരിച്ചറിയാം. ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട് എന്ന ബോധ്യം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ അവിടെയും ഇവിടെയും ക്രിസ്തുവിനെ തിരഞ്ഞു പോകില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഓർമ്മ, ഈ ഒരു ബോധ്യം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ഇത്തരം ഒരു ഓർമ്മ നഷ്ടപ്പെട്ടു പോയതാണ്, ഇത്തരം ഒരു മറവി കടന്നു വന്നതായിരുന്നു ആദ്യ പാപത്തിന്റെ ആരംഭം എന്ന് നമുക്ക് മറക്കാതിരിക്കാം. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ നമുക്ക് തിരിച്ചറിയാം. ക്രിസ്തു നമ്മുടെ ഉള്ളിലാകുമ്പോൾ ദൈവരാജ്യവും നമ്മുടെ ഉള്ളിലാണ് എന്നുള്ള ഒരു അവബോധത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മിൽ നിന്നും ക്രിസ്തുവിന്റെ പ്രകാശം, ക്രിസ്തുവിന്റെ സുഗന്ധം ലോകമെങ്ങും പരക്കാനായിട്ട് ഇടയാകട്ടെ. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും.